അപ്പോൾ വണ്ടിയുടെ വില്ലനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പോലും ഈ ഒരു പണിയിൽ പോയി ചടിയാക്കരുത്. ഏതെങ്കിലും വണ്ടിയിൽ നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ട് ഫ്ലോറിൻ്റെ സാധനത്തിൽ നമ്മൾ ഈ സാധനം മെറ്റീരിയൽ ചെയ്യുന്നതിന് പകരം പിന്നെ ശരിക്കും ഇപ്പോൾ എഞ്ചിൻ പേന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താ, അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ സെന്നിൻ്റെ റീസ്റ്റോറേഷൻ എന്തായെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റോഹിത് മോട്ടോഴ്സ് വരെ വന്നാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇവർ പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കണ്ടേ, ഒരു കാർബണോടെ വന്ന് കിടപ്പുണ്ട് കംപ്ലീറ്റ് റീസ്റ്റോറേഷന്. അത് മാത്രമല്ല 3-4 നോർമൽ സെൻ, അതായത് 4 ഡോർ സെന്നുകളും നമ്മുടെ വീഡിയോസ് കണ്ട് വന്നിട്ടുണ്ട്. സെൻ മാത്രമല്ല ഒത്തിരി അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇവർ മറ്റേ മാരുതി മാത്രമല്ല ബ്രാൻഡഡ് വർക്ക്ഷോപ്പാണ്. അതായത് ഏത് ബ്രാൻഡ്സും ഇവിടെ ഈ ഒരു ഷോപ്പിൽ ചെയ്യും. ഓതറൈസ് സർവീസ് ഉണ്ട്, അതായത് മാരുതിയുടെ ഫ്രീ സർവീസ് തൊട്ട് ഇവരുടെ മറ്റേ നമ്മുടെ തെള്ളകത്തിരിക്കുന്ന ഷോപ്പിലും ചെയ്യും. അപ്പോൾ വണ്ടിയുടെ വില്ലനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്നുള്ള അതിനുള്ളൊരു സൊല്യൂഷനും ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വില്ലനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനമാണ് നമുക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി തന്നെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം നമ്മൾ പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ആക്സസറി ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്കൊരു 8ൻ്റെ പണി തരാറുണ്ട്. ദൈവത്തെ ഓർത്ത് ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ പോലും ഈ ഒരു പണിയിൽ പോയി ചടിയാക്കരുത്. ഇതാണ് ആ ഒരു പണി. അതായത് വിനൈൽ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞ് വെള്ളം, അതായത് വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞ് അവർ ഈ ഒരു സാധനം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വിനൈൽ ഫ്ലോറിങ്, അതായത് ഓൾറെഡി കമ്പനി ഇപ്പോൾ അകലിങ് വന്നട ഈ നമ്മുടെ ഈ ഒരു തകിടിൻ്റെ മുകളിൽ ഒരു ക്ലോത്തിങ് മെറ്റീരിയൽ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ വെള്ളം താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകണം. നമ്മുടെ ഈ ഒരു സാധനം ഒട്ടിക്കുമ്പോൾ എന്ത് പറ്റും, ഇത് കംപ്ലീറ്റ്ലി ഒരു വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറഞ്ഞ് ഒട്ടിക്ക് ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും ഇടയ്ക്കൂടെ ഈ നമ്മുടെ ഫ്ലോറിലേക്ക് വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ പേപ്പറൈസ് ചെയ്ത് വെള്ളം അവിടെ ഇരുന്നിരുന്ന് തുരുമ്പ് പിടിക്കും. ഈ ഒരു സാധനം ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടി, ഇത് കണ്ണൂർ കിടന്ന വണ്ടിയാണ്. അപ്പം ബീച്ച് സൈഡിൽ കൂടെ ഓടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എടുത്ത സമയത്ത് ഈ ഫ്ലോറിംഗ് ഉണ്ടായിരുന്നു, ഞാനത് നോക്കിയില്ല. ഞാൻ പിന്നെ വല്ലപ്പോഴും വണ്ടി എടുക്കുന്നതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞു കറക്റ്റാണ്, എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാനത് ശ്രദ്ധിച്ചാലും ആഴ്ചയിൽ ഒരിക്കൽ വരെ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ വണ്ടി ഓടിക്കുക എന്നുള്ളൊരു സിനാരിയോ ആയിരുന്നു. ഇനി എന്താണെങ്കിലും ഈ ഒരു സാധനം എൻ്റെ വണ്ടിയിൽ, ഏതെങ്കിലും വണ്ടിയിൽ, ഒരു വണ്ടിയിലില്ല വേറെ ഏതെങ്കിലും വണ്ടിയിൽ നിങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മസ്റ്റായിട്ട് പറിച്ചിട്ടുണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കണ്ട പോലെ നമുക്കിപ്പോൾ പറ്റിയ പോലെ നമ്മൾ റോഡിൽ കിടന്നായിരുന്നു തന്നെ. അതാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ റീസ്റ്റോർ ചെയ്ത സമയത്ത് നമ്മുടെ റോഹിത് മോട്ടോഴ്സ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ 1991 സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് മാരുതിയുടെ ഒക്കെ അന്ന് തൊട്ട് തുടങ്ങിയ സെൻ്ററാണ്. കോട്ടയംകാർക്കല്ല ഏറ്റുമാനക്കാർക്കൊക്കെ അറിയാം, മറ്റേ തെള്ളകത്തിരിപ്പുണ്ട്. അവിടെ നിങ്ങൾ ഫ്രീ സർവീസ് ഉൾപ്പെടെ മാരുതി പുതിയ വണ്ടികൾ എടുക്കുന്നതിൻ്റെ ഫ്രീ സർവീസ് ഉൾപ്പെടെ അവർ ചെയ്തു തരും. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് ആശാൻ, ഇതിൻ്റെ നമ്മുടെ മെയിൻ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫ്ലോറിൻ്റെ സാധനത്തിൽ നമ്മൾ ഈ സാധനം മെറ്റീരിയൽ ചെയ്യുന്നതിന് പകരം ഇതിൽ ത്രൂ ഔട്ട് ഒരു റബ്ബറിൻ്റെ മെറ്റീരിയൽ ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് ഈ ഒരു അതേ ഷേപ്പിലായിട്ട് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞുമ്പോഴത്തേക്കും ഒരു തുള്ളി വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങത്തില്ല. അതായത് പ്രോപ്പർലി നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെയും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ റോഹിത് മോട്ടോഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അതുമാത്രമല്ല എൻ്റെ അടുത്ത് അശ്വൻ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ ബേഡ് അവിടെ നിന്നും കൂടെ ആ ഒരു സെയിം മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ എഞ്ചിൻ നോയ്സ് അകത്തോട്ട് വരത്തില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് ചെറിയ രീതിയിൽ എക്സോ സൗണ്ട് ഉള്ളതുകൊണ്ട് ആ ഒരു സ്വീറ്റ്നെസ് വരും. എഞ്ചിനിൽ നിന്നുള്ള വേറെ AC-യുടെ കംപ്രസറിൻ്റെ അങ്ങനത്തെ സൗണ്ടുകളൊന്നും അകത്തോട്ട് കയറത്തില്ലാത്ത രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർബണിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കണ്ട പോലെ ഫ്ലോറൊക്കെ കണ്ട പ്രോപ്പറായിട്ടുണ്ട്. അവിടെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു, അത് ഇവർ ചെയ്ത വർക്കല്ല. അത് പണ്ട് എനിക്ക് കിട്ടിയപ്പോൾ അങ്ങനെയായിരുന്നു, ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അതും താണ്ട നമ്മൾ പ്രോപ്പറായിട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ട്. ഈ താഴെയും ചെറിയ രീതിയിൽ പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വെൽഡിംഗ് മാർക്കുകളൊക്കെ ട്രിം ചെയ്ത് വൃത്തിയാക്കി എടുക്കും. നമ്മളിപ്പോൾ എഞ്ചിൻ ബേ കൂടെ ഒന്ന് കാണിച്ചുവാണെങ്കിൽ പിന്നെ ശരിക്കും ഇപ്പോൾ എഞ്ചിൻ ബേ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കാരണം എന്താ എഞ്ചിനില്ല. എന്നാലും നമുക്ക് വിളിക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ രണ്ട് ഇവിടെയൊക്കെ താണ്ട പ്രൈമർ അടിച്ച് കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എഞ്ചിൻ ബേക്ക് ഒരു പെയിൻറ്റ് കൊടുക്കാൻ പോവാണ്. അഖില് പറഞ്ഞത് തത്തമ്മ പച്ച കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ പറ എഞ്ചിൻ ബേക്ക് ഏത് കളർ കൊടുക്കണം എന്നുള്ളത്. അത് ഈ വർക്കെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇവനെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്യണമെന്നും കൂടെ ഉണ്ട്. ദൈവം കഴിച്ചാൽ നമുക്ക് റീപെയിൻറ്റും ചെയ്യാം. ഇതൊക്കെ കണ്ട് ഇതൊക്കെ കറക്റ്റ് ഒറിജിനൽ സാധനം. ഇതൊക്കെ ശരിക്കും ഒരു ഫ്ലെക്സ് തന്നെ കേട്ടോ. ഈ കാലത്ത് കാർബണിൻ്റെ ഒറിജിനൽ പാർട്സ് വെച്ചിട്ട് കാർബൺ റീസ്റ്റോർ ചെയ്യാന്നുള്ളത്. അങ്ങനെയാണ് നമ്മളത് ഫുള്ളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്തെടുക്കുക. നിങ്ങളൊന്നും നോക്കണ്ട. ഇപ്പോൾ അഖില് ഇതിൽ ആ ഒരു നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് കാണും. പുള്ളി പറയുന്നൊരു കുറച്ച് സമയം പുള്ളിക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികൾ വരുന്നുണ്ട്. നല്ല വർക്കാണ്. ഇതിപ്പോൾ ഇത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ സാധനമൊക്കെ ശരിക്കും നമുക്കിത് പോകുന്ന നേരത്ത് വേണമെങ്കിൽ ഐറോണിക്കലി ഒന്ന് കത്തിച്ചും കളഞ്ഞേക്കാം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ സെൻ കാർബണിൻ്റെ ഒരു അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു മെറ്റീരിയലൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാം. വേറെ എന്തെങ്കിലും കളർ കൊടുക്കേണ്ട ഏതാണെന്നുള്ള വല്ല റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പറയുക. ആ എഞ്ചിൻ ബേ മാത്രമല്ല വണ്ടി ഫുള്ള് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പാട്ടെന്ന് പറയുന്നത്. എന്താണെങ്കിലും ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. താങ്ക്സ് റോഹിത് മോട്ടോഴ്സ് ആൻഡ് യു ഗൈസ്. ഇവരെ പരിചയപ്പെടുത്തി ഇവർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തതൊക്കെ നമ്മൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ്.
അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് എ ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.